നമ്മൾ കുടുംബപരമായിട്ട് നിങ്ങളുടെ തലയിൽ ഇരുന്നവരല്ലേ, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊന്നും നമ്മളോട് ചെയ്തു. ദേ നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയാണ്, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ തലമുറ അന്യം നിന്ന് പോകും. ഹായ് ഹലോ നമസ്കാരം, മാം ശ്വേത മേനോൻ. ഇവിടെ ഹിന്ദി ചെലവാവൂല. ഒരു നിമിഷം ഞാനങ്ങ് മുംബൈയിലാണെന്ന് ചിന്തിച്ചു. ഞാൻ ശ്വേത മാമിന്റെ തലയിലിരിക്കണ പേന. അങ്ങനെ കൊമ്പത്തേറാതെ താഴോട്ട് വാ. അല്ല, ഇതെന്തീ കിരീടൊക്കെ വെച്ചോണ്ട്? ശ്വേതാമേം പോലും ഇങ്ങോട്ട് വരുമ്പോ കിരീടൊന്നും വെക്കാറില്ലല്ലോ. ഞാനാണ് പേനുകളുടെ പ്രശസ്തമായ സുന്ദരി റാണി. ഈ പേനെന്താ ഇവിടെ നെഞ്ചു വിരിച്ചിരിക്കുന്നേ? സാധാരണ ശ്വേതാമേം വരുമ്പോൾ എല്ലാരും ഒന്ന് കെട്ടി ഹഗിയാറുണ്ട്. ആ ആദിത്യ മര്യാദ പേരിനും കാണിക്കാം. ബിസിനസ്. സാധാരണ ശ്വേതാമാമിന്റെ വായതൊന്നും ഇങ്ങനെ വീഴാറില്ല. ഇതിനുമ്പ് കൊളപ്പുള്ളി ലീലയുടെ തലയിലായിരുന്നല്ലേ? കേട്ടപ്പോ മനസ്സിലായി.